ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SS വ്ളോഗ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രശസ്തനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ വില്യം ഷേക്സ്പിയറുടെ അതിമനോഹരമായ ഒരു കവിതയാണ് ദ 7 ഏജസ് ഓഫ് മാൻ. ഷേക്സ്പിയറുടെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന നാടകത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കവിത. ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ 7 ഘട്ടങ്ങളെക്കുറിച്ചിട്ടാണ്. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഈ 7 ഘട്ടങ്ങൾ, എങ്ങനെയൊക്കെയാണ് അദ്ദേഹം അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നെല്ലാം നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. ലൈഫ് കീപ്സ് ഓൺ ചേഞ്ചിങ് ആൻഡ് വി ടേക്ക് ഓൺ ഡിഫറെൻറ്റ് റോൾസ് ആസ് വി ഗ്രോ ഓൾഡർ. ഡു യു അഗ്രി? എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈഫ് കീപ്സ് ഓൺ ചേഞ്ചിങ്, ജീവിതത്തിന് മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും അല്ലേ? ആൻഡ് വി ടേക്ക് ഓൺ ഡിഫറെൻറ്റ് റോൾസ് ആസ് വി ഗ്രോ ഓൾഡർ. നമ്മൾക്ക് പ്രായമാവുന്നതനുസരിച്ച് നമ്മൾ പല റോളുകളും നമുക്ക് ജീവിതത്തിൽ അഭിനയിക്കേണ്ടി വരും. ഡു യു അഗ്രി? നിങ്ങൾ അതിനോട് അഗ്രി ചെയ്യുന്നുണ്ടോ, യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തിങ്ക് ഓഫ് യുവർ ലൈഫ് സോ ഫാർ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ച് നോക്ക്. വാട്ട് ആർ ദ റോൾസ് ദാറ്റ് യു ഹാവ് പ്ലേഡ്. നിങ്ങൾ എന്തെല്ലാം റോള് നിങ്ങൾ അഭിനയിച്ച് കഴിഞ്ഞിരിക്കുന്നു. വാട്ട് സ്റ്റേജസ് ഓഫ് ലൈഫ് ഡു യു തിങ്ക് യു ആർ ഇൻ നൗ. നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണുള്ളത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ലെറ്റ്സ് സീ ഹൗ ഷേക്സ്പിയർ ഡിസ്ക്രൈബ് ദ ജേർണി ഓഫ് ലൈഫ്. നമുക്ക് നോക്കാം ഷേക്സ്പിയർ എങ്ങനെയാണ് ജീവിതയാത്രയെ എങ്ങനെയൊക്കെയാണ് വിവരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഈ കവിതയിലൂടെ നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസ. ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദ men and women merely players. They have their exits and their entrances, and one man in his time plays many parts, his acts being 7 ages. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ലോകം എന്ന് പറയുന്ന ഒരു നാടകവേദിയാണ്. ഓൾ ദ വേൾഡ്സ് സ്റ്റേജ് അല്ലേ, ഒരു നാടകവേദിയായിട്ടാണ് ലോകത്തെ കാണുന്നത്. ആൻഡ് ഓൾ ദ men and women merely players. അവിടെ സ്ത്രീകളും പുരുഷന്മാരും എന്താണ്, അവരവിടുത്തെ അഭിനേതാക്കൾ, ആ വേദിയിലെ അഭിനേതാക്കൾ, വെറും ഒരു അഭിനേതാക്കൾ മാത്രമാണ് അവിടെയുള്ള പുരുഷന്മാർ. ലോകത്തിലുള്ള പുരുഷന്മാരും സ്ത്രീകളൊക്കെ അഭിനേതാക്കൾ, വെറും ഒരു അഭിനേതാക്കൾ മാത്രമാണ്. ദേ ഹാവ് ദർ എക്സിസ്റ്റ് ആൻഡ് ദർ എൻട്രൻസ് അല്ലേ. ഈ ലോകത്തിലേക്ക് വരാനും പോവാനും എന്ന് വെച്ചാൽ ജനിക്കാനും മരിക്കാനും ഒരു സമയമുണ്ട്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്. ഒരു മനുഷ്യൻ ആ ഒരു കാലഘട്ടത്തിൽ, അവൻ്റെ ജനനം മുതൽ മരണ കാലഘട്ടത്തിൽ അവൻ പല റോളുകളും പല വേഷങ്ങളും കെട്ടുന്നുണ്ട്. ഹിസ് ആക്ട്സ് ബീങ് 7 ഏജസ്. അത് എത്രയായിട്ടാണ്? 7 ഏജസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 7 ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യൻ അവൻ്റെ ജനനം മുതൽ മരണം വരെ കടന്നു പോകുന്നതെന്നാണ് ഷേക്സ്പിയർ പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്റ്റാൻസയിലേക്ക് പോവാം. ഈ സ്റ്റാൻസയിൽ പറയുന്നത് ഓരോ ഘട്ടങ്ങളായിട്ടാണ്. ഇനി ഏതെല്ലാമാണ് ഈ 7 ഘട്ടങ്ങളെ കുറിച്ചിട്ടാണ് ഇനിയുള്ള വരുന്ന സ്റ്റാൻസകൾ പറയുന്നത്. അറ്റ് ഫസ്റ്റ് ദ ഇൻഫാൻറ്റ് മ്യൂളിങ് ആൻഡ് ബുക്കിംഗ് ഇൻ ദ നഴ്സസ് ആം എന്നാണ്. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ശൈശവ കാലഘട്ടം അല്ലെ. ആ കാലഘട്ടത്തിൽ മ്യൂളിങ് മ്യൂളിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കരഞ്ഞുകൊണ്ടിരിക്കുന്ന. ബ്യുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന. ഇൻ ദ നേഴ്സസിൻ്റെ കയ്യിലുള്ള ഒരു കുട്ടി. ആ കുട്ടിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം നേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ശൈശവ കാലഘട്ടം, കരയുകയും ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശൈശവ കാലഘട്ടമാണ് ഫസ്റ്റത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഘട്ടം. ആൻഡ് ദെൻ ദ വിന്നിങ് സ്കൂൾ ബോയ് വിത്ത് ഈ സാച്ചൽ ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് എ സ്നെയിൽ അൺവില്ലിങ് ടു സ്കൂൾ. എൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താ? വിന്നിങ് സ്കൂൾ ബോയ് ആണ്. സ്കൂൾ ബോയ് ആയിട്ടാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. വിത്ത് ഈ സാച്ചൽ, കൂടെ സ്കൂൾ ബാഗൊക്കെ ആയിട്ട് വളരെ ഊർജ്ജത്തോടു കൂടി നല്ല തെളിഞ്ഞ മുഖത്തോടു കൂടിയൊക്കെ സ്കൂൾ പോകുന്നൊരു കുട്ടി. പക്ഷേ ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അല്ലേ. ക്രീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഏഴുക. ലൈക്ക് സ്നെയിലിനെ പോലെ, ഒച്ചിനെ പോലെ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഒച്ച എങ്ങനെ ഏഴുക? വളരെ സാവധാനത്തിലായി ഏഴുക. അതുപോലെ വളരെ സാവധാനത്തിൽ അൺവില്ലിങ് ടു സ്കൂൾ. അൺവില്ലിങ് എന്ന് വെച്ചാൽ എന്താ? ഇഷ്ടമില്ലാതെ, താല്പര്യമില്ലാതെ സ്കൂൾ പോകുന്ന, സാവധാനത്തിൽ നടന്ന് പോകുന്ന ഒരു കുട്ടിയായിട്ടാണ് രണ്ടാമത്തെ ഘട്ടത്തെ ഷേക്സ്പിയർ വിവരിച്ചിരിക്കുന്നത്. അടുത്ത സ്റ്റാൻസയിലേക്ക് പോവാം. ആൻഡ് ദെൻ ദ ലവ് സൈൻ ലൈക്ക് എ ഫർണേസ് വിത്ത് എ വാഫുൾ ബാലറ്റ് മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. എന്താണ് മൂന്നാമത്തെ ഘട്ടം അല്ലേ പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തെ സ്റ്റാൻസയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ദെൻ ദ ലവർ
ലവറായിട്ടാണ്, ഒരു കാമുകനായിട്ടാണ്. സൈൻ ലൈക്ക് ഫർണൈസ് എന്ന് പറഞ്ഞാൽ ഞെരിപ്പോടിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാമുകനായിട്ടാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. വിത്ത് എ വോഫുൾ ബാലഡ്. വോഫുൾ ബാലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാഡ് സോങ്സ്, എന്താണ്? വിരഹഗാനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ പ്രിയതമനെ, മിസ്ട്രസ് എന്ന് പറഞ്ഞാൽ പ്രിയതമ്മ, തൻ്റെ പ്രിയതമയെ കുറിച്ചിട്ട് അല്ലെ അവളുടെ കുറിച്ചിട്ടും അവളുടെ എന്താണ് പിരികം അല്ലേ, ഐബ്രോസിനെ കുറിച്ച്, പിരികത്തിനൊക്കെ കുറിച്ചിട്ട് എന്താണ് വിരഹഗാനങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാമുകൻ്റെ ആയിട്ടാണ് മൂന്നാമത്തെ ഘട്ടം അവതരിപ്പിച്ചിരിക്കുന്നത് ഷേക്സ്പിയർ. അപ്പം 3 ഘട്ടമായി. ഫസ്റ്റത്തെ ഘട്ടം ഇൻഫാൻ്റാണ്, രണ്ടാമത്തെ ഘട്ടം സ്കൂൾ ബോയ് ആണ്, മൂന്നാമത്തെ ഘട്ടത്തിൽ എന്തായിട്ടാണ് മനുഷ്യൻ നാടകം അല്ലേ, ജീവിതം അഭിനയിക്കുന്നത്? ഒരു കാമുകനായിട്ട്. നെക്സ്റ്റ് സ്റ്റാൻസയാണ്. ദെൻ എ സോൾജർ ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓട്സ് ആൻഡ് bearded like the part, jealous in honor, sudden and quick in quarrel, seeking the bubble reputation even in the cannon's mouth. അപ്പം 4ാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്നത് 4ാമത്തെ ഘട്ടത്തിനെ, മനുഷ്യ ജീവിതത്തിൻ്റെ 4ാമത്തെ ഘട്ടത്തിനെ കുറിച്ചിട്ടാണ് ഷേക്സ്പിയർ പറഞ്ഞിരിക്കുന്നത്. ദെൻ സോൾജിയർ, ഒരു സോൾജിയറിൻ്റെ എന്താണ് വേഷമാണ് 4ാമത്തെ ഘട്ടത്തിൽ കെട്ടുന്നത്. ഫുൾ ഓഫ് സ്ട്രേഞ്ച് എന്ന് വെച്ചാൽ പ്രതിജ്ഞ, സ്ട്രേഞ്ച് അല്ലേ, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള പ്രതിജ്ഞകളൊക്കെ എടുത്ത്. ആൻഡ് ബിയർഡഡ് ലൈക്ക് എ പാടെന്ന് പറയുന്നത് ലെപ്പേർഡാണ്, ലെപ്പേർഡ് അല്ലേ, പുലിയാണ് പോലെ താടിയൊക്കെ, ബിയർഡ് എന്ന് പറഞ്ഞാൽ താടിയെല്ലാം പേടിനെ പോലെ താടിയൊക്കെ വളർത്തിയിട്ടുള്ള, ജലസ് ഇൻ ഹോണർ, വളരെ തൻ്റെ ബഹുമതിയിലൊക്കെ അഹങ്കരിക്കുന്ന, സഡൻ ആൻഡ് ക്വിക്ക് ഇൻ കോറൽ, എപ്പോഴും പെട്ടെന്ന് ദേഷ്യം വരുന്ന, പെട്ടെന്ന് അടിപിടി ഉണ്ടാക്കാൻ പോകുന്ന, സീക്കിൻ്റെ ബബിൾ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ്, തൻ്റെ ബഹുമതിയിലൊക്കെ ബബിൾസ് പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ ബബിൾസ് എങ്ങനെയാണ് പെട്ടെന്ന് വീർത്ത് വന്ന് അത് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും, അതുപോലെ അതിലൊക്കെ അഹങ്കരിക്കുന്ന, ഈ പെട്ടെന്നുണ്ടാകുന്ന ബഹുമതിയിലൊക്കെ അഹങ്കരിക്കുന്ന, ഈവൻ ഇൻ കാനൺസ് മൗത്ത് അല്ലേ, കാനൺ എന്ന് പറഞ്ഞാൽ പീരങ്കിയുടെ വായിലേക്ക് വരെ ഓടിപ്പോവാൻ റെഡിയായി നിൽക്കുന്ന ഒരു പട്ടാളക്കാരനെ പോലെ എന്ന് വെച്ചാൽ ഒരു മധ്യവയസ്കൻ്റെ വേഷമാണ് എന്ത് പറയുന്നത് 4ാമത്തെ ഘട്ടത്തിൽ വേഷം ഇടുന്നത്. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ചോരത്തിരപ്പുള്ള കാലഘട്ടം എന്നൊക്കെ പറയാം അല്ലേ, എന്തും ചാടി കയറി ചെയ്യുക, അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഘട്ടമായിട്ടാണ് 4ാമത്തെ ഘട്ടത്തിനെ ഷേക്സ്പിയർ വർണ്ണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സെൻസിലേക്ക് പോവാം. ആൻഡ് ദെൻ ദ ജസ്റ്റിസ് ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പ് ആൻഡ് സ്ലൈൻഡ് വിത്ത് ഐ സിവിയർ ആൻഡ് ബിയർഡ് ഓഫ് ഫോമൽ കട്ട് ഫുൾ ഓഫ് വൈസ് ഹോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ് ആൻഡ് സോ ഹി പ്ലേസ് ഹീസ് പാർട്ട്. അടുത്ത ഘട്ടത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. സോൾജിയർ കഴിഞ്ഞാലില്ലേ, പട്ടാളക്കാരൻ്റെ റോൾ അഭിനയിച്ച് കഴിഞ്ഞാൽ അടുത്ത റോൾ അഭിനയിക്കുന്നത് എന്തായിട്ടാണ്? ഒരു ജസ്റ്റിസാണ്, ന്യായാധിപനായിട്ടാണ്. എങ്ങനത്തെ ന്യായാധിപനാണ്? ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പ് ആൻഡ് സ്ലൈൻഡ്. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ചിക്കനാണ്. പിന്നെ എൻ്റെ ചിക്കൻ്റെ ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ നല്ല എന്താണ് ഉരുണ്ട് നല്ല വീർത്ത വയറൊക്കെ ആയിട്ടുള്ള, സിവിയർ ഐസിലെ നല്ല ഗൗരവം നിറഞ്ഞ കണ്ണുള്ള, നല്ല താടിയൊക്കെ നല്ല ഒതുക്കി കട്ട് ചെയ്തിട്ടുള്ള, എപ്പോഴും നല്ല ചിന്തകളൊക്കെ അല്ലേ, നല്ല കാര്യങ്ങളൊക്കെ പറയുന്ന, ആധുനിക ഉദാഹരണം അല്ലേ, മോഡേൺ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആധുനിക ഉദാഹരണങ്ങളൊക്കെ പറയുന്ന ഒരു ന്യായാധിപനായിട്ടാണ് അദ്ദേഹം അല്ലേ നമ്മുടെ മനുഷ്യൻ അഭിനയിക്കുന്നത്. അപ്പം 5ാമത്തെ ഘട്ടമാണ് അല്ലേ. ഫസ്റ്റത്തെ ഇൻഫാൻ്റ്, 2ാമത്തെ സ്കൂൾ ബോയ്, 3ാമത്തെ ലവറായിട്ട് അഭിനയിക്കുന്നു, 4ാമത്തെ സോൾജിയറായിട്ട് അഭിനയിക്കുന്നു, 5ാമത്തെ ഘട്ടത്തിൽ ഒരു ന്യായാധിപനായിട്ട് എന്താണ് അഭിനയിക്കുന്നത് അല്ലേ. നല്ല വൈസ് തോട്ട്സൊക്കെ പറയുന്നത്, നല്ല കാര്യഗൗരവത്തോടൊക്കെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു നല്ല എന്താണ് ന്യായാധിപനായിട്ട് 5ാമത്തെ റോള് മനുഷ്യൻ അഭിനയിക്കുക എന്നാണ് ഷേക്സ്പിയർ പറഞ്ഞിരിക്കുന്നത്. The next stanza, the 6th age shift into the lean and slippered pantaloon with spectacles on nose and pouch on side. His youthful horse well saved a world too wide for his shrunk shank and his big manly voice turning again toward childish trouble pipes and whistles in his sound. അപ്പം ഈ പറയുന്ന സ്റ്റാൻസയിൽ എന്തിനെക്കുറിച്ച് 6th ഏജിനെ കുറിച്ചിട്ടാണ്, 6ാമത്തെ ഘട്ടത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദ 6th ഏജ് ഷിഫ്റ്റ്, 6th ഏജിൽ 6ാമത്തെ ഘട്ടത്തിൽ എന്തായിട്ടാണ് എൻ്റെ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റൽ. ലീൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞിട്ടുള്ള, അതുപോലെ തന്നെ എന്താ പറയുന്നത് പാൻറ്റലോൺ എന്ന് വെച്ചാൽ എന്താ ലൂസായിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ കുറച്ച് ലൂസായിട്ട് എന്താണ് ഒരു കോമിക്കലൊക്കെ ആയിട്ട്
എന്താണ് വരുന്നൊരു കഥാപാത്രം പോലെ. എന്നുവെച്ചാൽ മെലിഞ്ഞ് അതുവരെ നല്ല തടിച്ചിട്ടുള്ള ഒരു വ്യക്തി കുറച്ച് എന്താണ് പ്രായമായി തുടങ്ങി. അപ്പം അതിൻ്റേതായ വസ്ത്രങ്ങളൊക്കെ ലൂസായി തുടങ്ങി. വിത്ത് സ്പെക്ടക്കിൾസ് ഓൺ നോസ് അല്ലേ, കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട് നോസിൻ്റെ മുകളിൽ അല്ലേ, നോസിൻ്റെ മുകളിൽ മൂക്കിൻ്റെ മുകളിൽ കണ്ണടയൊക്കെ വെച്ച് അതിൻ്റെ പൗച്ച് ഓൺ സൈഡ് അല്ലേ, കയ്യിലൊരു പൗച്ചൊക്കെ ആയിട്ട് വരുന്ന ഒരു എന്താണ് റോളാണ് ആറാമത്തെ ഘട്ടത്തിൽ അഭിനയിക്കുന്നത്. ഹിസ് യൂത്ത്ഫുൾ ഹോസ് വെൽ സേവ്ഡ് ആൻഡ് വേൾഡ് ടു വൈറ്റ് അല്ലേ, അദ്ദേഹത്തിൻ്റെ യൂത്ത്ഫുൾ അല്ലേ, എന്നിട്ട് ചെറുപ്പകാലത്തുള്ള വസ്ത്രങ്ങളൊക്കെ എന്താണ് വളരെ ലൂസായിരിക്കുന്നത്. ആൻഡ് ഹി ഷ്രങ്ക് ആൻഡ് ഹിസ് ബിഗ് മെയിൻലി വോയിസ്. അതുപോലെ തന്നെ ഷ്രങ്ക് എന്ന് വെച്ചാൽ ഈ പാൻസാണ്, മുട്ടിൻ്റെ താഴെ വരെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് പാൻറ്റാണ്. അപ്പം അതൊക്കെ എന്താണ് വളരെ ലൂസായിട്ടുണ്ട്. ആൻഡ് ഹിസ് ബിഗ് മെയിൻലി വോയിസ്, അതുവരെ പരുക്കമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ വോയിസാണ്. ആ വോയിസിനൊക്കെ വളരെ മാറ്റം വന്നു. ടേണിങ് അഗെയിൻ ടു വൈ ചൈൽഡിഷ്. ആ വർത്തമാനത്തിലൊക്കെ അല്ലേ, ആ ഒരു സംസാരത്തിലൊക്കെ എന്താണ് കുറച്ച് കുട്ടിത്തം വന്നു തുടങ്ങി. പൈപ്സ് ആൻഡ് വിസിൽ ഇൻ ഹിസ് സൗണ്ട്. സംസാരിക്കുന്ന സമയത്തൊക്കെ എന്താണ് വിസിൽ വരിക എന്നാണ്. സംസാരിക്കാൻ വിസിൽ വരിക എന്നുള്ളതല്ല, ഈ എന്താണ് നമ്മുടെ എന്താണ് കേത്തപ്പിൻ്റെ ഒരു സൗണ്ടില്ലേ, ആ സൗണ്ടൊക്കെ വന്നു തുടങ്ങി. വെച്ചാൽ പ്രായം വന്നു തുടങ്ങി അല്ലേ, പ്രായത്തിലേക്കല്ലേ, മധ്യവയസ്കൻ അല്ലേ, വയസ്സായി തുടങ്ങി, മധ്യവയസ്കൻ്റെ സ്റ്റേജിലെ ഒക്കെ കഴിഞ്ഞു, കുറച്ച് പ്രായമായി തുടങ്ങി, ഒരു 60-70 വയസ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം ആ സമയത്ത് എന്താണ്, നമ്മൾ ചെറുപ്പകാലത്ത് ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ നമുക്ക് ലൂസായിരിക്കും. അപ്പം കണ്ണടയൊക്കെ വെച്ചിട്ട് വളരെ കുനിഞ്ഞ് നടക്കുന്ന അല്ലേ, സംസാരിക്കുമ്പോൾ കിതയ്ക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആറാമത്തെ ഘട്ടത്തിൽ വരുന്നത്. ദെൻ ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റാൻസയാണ്. ഈ സ്റ്റാൻസയിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ലാസ്റ്റ് സീൻ അല്ലേ, ഏഴാമത്തെ സ്റ്റേജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഏഴാമത്തെ ഏജിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ, എല്ലാത്തിൻ്റെയും അവസാന ഘട്ടം. ദാറ്റ് എൻഡ്സ് ദി സ്ട്രേഞ്ച് ഇവൻറ്റ് ഫുൾ ഓഫ് ഹിസ്റ്ററി അല്ലേ, വളരെ എന്താണ് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടം, ഹിസ്റ്ററി അതാണ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഈ സെക്കൻഡ് ചൈൽഡിഷ് ആൻഡ് മിയർ ഒബ്ലീവിയൻ അല്ലേ, ഇനി വരാൻ പോകുന്ന സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആണ് അല്ലേ, രണ്ടാമത്തെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ എന്താ, അത്രയും പ്രായമായി ഒരു 80-90 വയസ്സ് കഴിഞ്ഞു ആ കാലഘട്ടമാണ്. മിയർ ഒബ്ലീവിയൻ, വിസ്മൃതികൾ. ഒബ്ലീവിയൻ എന്ന് പറഞ്ഞാൽ വിസ്മൃതി, മറവിയൊക്കെ സംഭവിച്ചു തുടങ്ങി. സാൻസ് ടീത്ത്, സാൻസ് ഐ, സാൻസ് ടേസ്റ്റ്, സാൻസ് എവറിത്തിങ്. ഈ സാൻസ് എന്ന് പറയുന്നത് വിത്തൗട്ട് എന്നറിയാം എന്നാണ് മീനിങ്. വെച്ചാൽ വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അല്ലേ, പല്ലില്ലാത്ത, സാൻസായി കണ്ണ് കാണാത്ത, സാൻസ് ടേസ്റ്റ് അല്ലേ, രുചി അറിയാത്ത, സാൻസ് എവറിത്തിങ്, എല്ലാം നഷ്ടപ്പെട്ട ഒരു കുട്ടീനെ പോലെ ശൈശവത്തിൽ അല്ലേ, കുട്ടി എങ്ങനെയാണ്, കുട്ടിക്ക് എന്താണ് ഒന്നും അറിയാൻ പറ്റില്ല, ടേസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ വ്യക്തമായിട്ട് കാണും, പക്ഷെ എന്താണെന്നുള്ള ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, പല്ലുണ്ടാവില്ല, പല്ല് മുളച്ച് വരുന്നേ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ രണ്ടാമത്തെ ഇതിനെ ഷേക്സ്പിയർ പറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആണ്. ഈ ഒരു സ്റ്റാൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻസയാണ്. കാരണം നമ്മുടെ ഈ ജീവിത കാലഘട്ടം ഇത്രയും എന്താണ് വളരെ വിശാലമായ ബഹുലമായ സംഭവബഹുലമായ ജീവിതം എന്താണ് അവസാനിക്കാൻ പോകുക എന്നാണ് പറയുന്നത്. ഈ ഏഴാമത്തെ ഘട്ടത്തോടുകൂടി ആ ജീവിതം, ആ ഹിസ്റ്ററി അവിടെ അവസാനിക്കുകയാണ്. ഈ അവസാനത്തെ ഘട്ടമാണ് എന്തെന്ന് പറയുന്നത് സെക്കൻഡ് ചൈൽഡിഷ്നെസ് എന്നാണ്. എന്താണ് രണ്ടാമത്തെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. എല്ലാം പല്ലും കണ്ണും ടേസ്റ്റും എല്ലാം നഷ്ടപ്പെട്ടൊരു കാലഘട്ടം അല്ലേ. അപ്പം ഇതോടുകൂടി എന്താണ് മനുഷ്യൻ്റെ ഈ 7 ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതോടെ മനുഷ്യൻ്റെ ഒരു അഭിനയ കാലഘട്ടം എന്ത് ചെയ്തു, അവസാനിച്ചു എന്നാണ് ഷേക്സ്പിയർ ഈ കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ചുരുക്കത്തിൽ ഈ കവിത എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ കാലഘട്ടത്തെ അല്ലേ, ഒരു മനുഷ്യൻ ജനനം മുതൽ മരണം വരെ ഏതൊക്കെ കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഈ കവിതയിലൂടെ ഷേക്സ്പിയർ പറയുന്നത്. ഈ ഒരു പിക്ചർ നോക്കിയാൽ നമുക്ക് ആ കവിതയിലുള്ള 7 ഘട്ടങ്ങൾ വളരെ വിശാലമായിട്ട് വ്യക്തമായിട്ട് ഈ ചിത്രത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം. ഒന്നാമത്തെ ഘട്ടം ഇൻഫാൻ്റാണ്, അതുപോലെ തന്നെ രണ്ടാമത്തെ കുട്ടി എന്താണ് ശൈശവ കാലഘട്ടമാണ്. ശൈശവ കാലഘട്ടത്തിൽ നേഴ്സിൻ്റെ കയ്യിൽ വൊമിറ്റ് ചെയ്യുകയും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. രണ്ടാമത്തെ ഘട്ടം സ്കൂൾ ബോയാണ്, വളരെ വലിയ ഇഷ്ടമൊന്നുമില്ലാതെ എന്താണ് എഴഞ്ഞു പോകുന്ന ഒരു സ്കൂൾ ബോയ് ആയിട്ടാണ് അവതരിക്കുന്നത്. മൂന്നാമത്തത് ഒരു ലവറാണ്. തൻ്റെ കാമുകിയെ കുറിച്ചിട്ടുള്ള അവളുടെ കണ്ണിനെ കുറിച്ചിട്ടും കൺപീലിയെ കുറിച്ചിട്ടും പുരികത്തിനെ കുറിച്ചിട്ടൊക്കെ കവിതകൾ എഴുതുന്ന വളരെ സങ്കടാത്മകരമായ കവിതകൾ എഴുതുന്നൊരു കാമുകനായിട്ടാണ്
നാലാമത്തേന്ന് പറയുന്നത് സോൾജിയറാണ്. എന്തും നേരിടാൻ, എന്തും ഫേസ് ചെയ്യാൻ സന്നദ്ധനായി നിൽക്കുന്ന ഒരു സോൾജിയറായിട്ട് അവതരിക്കുന്നത്. അഞ്ചാമത്തേന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യായാധിപനായിട്ടാണ്, ജസ്റ്റിസാണ്. വളരെ വൈസ് തോട്ടൊക്കെ ഉള്ള ജസ്റ്റിസ്. ആറാമത്തേന്ന് പറയുന്നത് എന്താ? പാന്തലോണാണ്, വയോധികൻ. പാന്തലോൺ എന്ന് വെച്ചാൽ വയോധികനിലെ ലൂസ് പാൻറ്റും കണ്ണടയൊക്കെ ധരിച്ചിട്ടുള്ള ഒരു വയോധികനായിട്ടാണ്. ദ ലാസ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ്, ഇത് സെക്കൻഡ് ചൈൽഡ് ആണ് അല്ലേ. സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയും. രണ്ടാമത്തെ കുട്ടിക്കാലം എന്ന് പറയും അല്ലേ. ആ എല്ലാം നഷ്ടപ്പെട്ട കണ്ണ് കാണില്ല, പല്ലില്ല, ടേസ്റ്റ് അറിയുന്നില്ല, എല്ലാം നഷ്ടപ്പെട്ട എന്താണ് വൃദ്ധനായിട്ടാണ് വയോധികനായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഘട്ടത്തിനെ കുറിച്ചാണ് ഷേക്സ്പിയർ എന്താണ് ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന് പറയുന്ന കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഈ കവിത നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.